ഹലോ ഗൈസ്, നമുക്ക് ഇന്നത്തെ ഒരു ഡേ കണ്ടാലോ. ഇന്ന് ഞാൻ എൻ്റെ പഴയ വീടിൻ്റെ ഭാഗത്തേക്കാണ് പോയത്. കാരണം നമുക്കിവിടെ പറമ്പുണ്ട്, അപ്പോൾ അവിടെ പയറൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പയറൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇതിപ്പോൾ ഞാൻ കയറി പോകുന്നത് എൻ്റെ അമ്മായിൻ്റെ വീടാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി എൻ്റെ ചൈൽഡ്ഹുഡ് ഫുള്ള് ഇവിടെയായിരുന്നു. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഇവിടെ ഫുള്ള് കാടൊക്കെ പിടിച്ച് ആൾക്കാരും ഇല്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. അമ്മായി മാത്രമാണ് ഈ വീട്ടിലുള്ളൂ. അപ്പോൾ നമ്മൾ അമ്മ പറമ്പിൽ പോയിട്ടുണ്ട്. ഞാനും യാമിയും കൂടി ഇവിടെ വന്നു. ഞാനപ്പം ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ ഭാഗം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഫുള്ള് കാട് പിടിച്ചിട്ട് കണ്ടോ. ഇതവിടെയായിരുന്നു വീട്. ഇവിടെ ഇപ്പോൾ ഫുള്ള് കാടൊക്കെ പിടിച്ച് കിടക്കാമെന്ന് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു വിഷമമാണ്. കാരണം നമ്മളെ ചെറുപ്പം ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെയാണ്. പിന്നെ 10th എത്തുമ്പോഴാണ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഇത് അടുക്കളയൊക്കെ അമ്മായിയുടെ വീടാണ്. ഇവിടെ അമ്മായി മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ കുറച്ചു നേരം അമ്മായിയുടെ അടുത്ത് സംസാരിച്ചിരുന്നു. അമ്മ വരുന്നത് വരെ. രാവിലെ എഴുന്നേറ്റിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞാൻ പറമ്പിക്ക് പോയപ്പം ജസ്റ്റ് ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ കൊള്ളി നട്ടിട്ടുണ്ട്, പയർ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് പയറേ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ വണ്ടി ഒന്ന് കഴുകാൻ വേണ്ടി നോക്കുകയാണ്. കുറേ നാളായി വിചാരിക്കണു, ഓരോരോ കാരണം കൊണ്ട് മറന്നു പോയിട്ടാണ് കഴുകാറില്ല. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും അവിടെ നിന്ന് വന്ന് കൈയോടെ കഴുകാം. കാരണം ഞാനും യാമിയൊന്നും കുളിച്ചിട്ടില്ല. അപ്പോൾ അത് കഴുകി കഴിഞ്ഞിട്ട് അങ്ങനെ കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി നിർത്തി അതിൻ്റെ ഇതൊക്കെ എടുത്ത് കഴുകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. വാഷ് ചെയ്തൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ അത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി അങ്ങനെ തന്നെ വെച്ചു. പിന്നെ യാമിനെ ഞാനിത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നിർത്തി കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. വണ്ടി ആക്ച്വലി കഴുകാൻ എനിക്ക് ഇഷ്ടം അല്ല, പക്ഷേ ചില അവസരത്തിൽ നമുക്ക് തോന്നല്ലോ ഒരു കപ്പ് വെള്ളമെങ്കിലും എടുത്ത് ഒഴിച്ചിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ കഴുകാറുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ വണ്ടി കഴുകാൻ. കാരണം നമ്മുടെ വണ്ടിയല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല, എന്നാലും ഞാൻ ചെയ്യും. എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് വണ്ടി അങ്ങനെ കഴുകി കഴിഞ്ഞ് ഫുള്ള് മിറ്റം നിറച്ച് വെള്ളമായി. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ ചെയ്ത് യാമീനെ കുളിപ്പിച്ചു. ഞാനും കുളിക്കാൻ വേണ്ടി പോയി. കുളി കഴിഞ്ഞ് വന്നിട്ട് നല്ല ഫുഡൊക്കെ എടുത്തു. അവിയലും പിന്നെ ഇന്നലത്തെ ചെമ്മീൻ കറിയും പപ്പടവും പിന്നെ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫുഡ് ഞാൻ വൈകുന്നേരമായി കഴിച്ചപ്പം. പിന്നെ റീലെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്തു. അങ്ങനെ സമയം പോയി. പിന്നെ ഈവനിങ് ആയപ്പോൾ അമ്മ പറഞ്ഞു മാഗി ഉണ്ടാക്കാമെന്ന്. പിന്നെ മാഗി അല്ല കേട്ടോ, യിപ്പി. അതിൻ്റെ ഇടയിൽ ഇഞ്ചമ്പുളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പകർത്തി വെച്ചു. കിഡിലൻ ഇഞ്ചമ്പുളിയായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഇങ്ങനെയാണ് ഇപ്പം വീടിൻ്റെ അവസ്ഥ. ഇതൊക്കെ അടിച്ച് വാരി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പുറത്തിരുന്ന് മാമിയും മോളും കളിക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ ഒരു ചെരുവ് നിറച്ച് യിപ്പി ഉണ്ടാക്കണ്ടായിരുന്നു. യിപ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ ചൂലൊക്കെ എടുത്ത് അടിച്ച് വാരി എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും യിപ്പി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചായയും വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാന സ്റ്റേജിലേക്ക് കടന്നിട്ടുള്ളത്. പിന്നെ ഹാളൊക്കെ വൃത്തിയാക്കി ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ യിപ്പിയും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. യാമിയുടെ അവൾക്ക് കൊടുത്തത് ഫുള്ള് തിന്നിട്ട് രണ്ടാമതും ചോദിച്ചു. പക്ഷെ പിള്ളേർക്ക് ഇത് കൊടുക്കുന്നത് അത്ര ഹെൽത്തി അല്ല. നമ്മളിത് ഡെയിലി ഒന്നും ഉണ്ടാക്കാറുമില്ല, വല്ലപ്പോഴാണ്. പിന്നെ അങ്ങനെ എനിക്ക് എൻ്റെ പങ്ക് കിട്ടി. ഞാനും അത് ഫുള്ള് ഫിനിഷ് ചെയ്തു. കട്ടൻ ചായയും കുടിച്ചു. ഇത് കണ്ടോ, ഇതാണ് മാഗി. അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പം സാമ്പാർ വെക്കാമെന്ന് പറഞ്ഞു. അമ്മ സാമ്പാർ കഷ്ണമൊക്കെ എടുത്തു. അമ്മ സാമ്പാർ വെച്ചു. ഞാൻ വെക്കാമെന്ന് പറഞ്ഞു, പിന്നെ അമ്മ തന്നെ വെച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു വീഡിയോ നോക്കിയതാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മോളിൽ പോയി ഡ്രസ്സ് ഉണക്കാനിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കറക്റ്റ് നമ്മൾ താഴ്ത്തിക്കൊക്കെപ്പോഴേക്കും മഴ വരുന്നുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ആ എടുത്തു കൊണ്ടുവന്ന തുണി മടക്കി വെച്ചു.
അപ്പം അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.